നമ്മളിപ്പോൾ ഉള്ളത് സംസൈ വില്ലേജിലാണ്. നേത്രാവതി ട്രക്കിംഗ് ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം, നേത്രാവതി കുതിരമുഖ് ട്രക്കിങ്ങിലേക്ക് ഒരു ബേസ് വില്ലേജാണ് സംസൈ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ട്രക്കിങ്ങിന് പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ രണ്ടാമത് ചെയ്ത ട്രക്കിംഗ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് നോൺ ലിനിയർ ആയിട്ട് കഥ പറഞ്ഞു പോവാം. ഈ ഒരു വില്ലേജിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയായിട്ടുള്ള കുതിരമുഖ് റേഞ്ച് ഓഫീസിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങോട്ടുള്ള ഫസ്റ്റ് ബസ് വരുന്നത് 6:30-ക്കും 6:40 ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്. മഴക്കാലത്ത് തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് കർണാടകയിലെ ചിക്ക്മംഗ്ലൂരു ഡിസ്ട്രിക്റ്റ്. അവിടെ തന്നെയാണ് നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള കുതിരമുഖ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നാഷണൽ പാർക്കിനുള്ളിൽ 4 പ്രധാനപ്പെട്ട ട്രക്കുകളാണുള്ളത്. ഈ 4 ട്രക്കുകളിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും ദൂരം കൂടിയതും ഒന്നാമത്തെ പീക്കായ കുതിരമുഖ് പീക്കാണ്. പിന്നെ വരുന്നത് നേത്രാവതിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് നേത്രാവതി ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് ഗംഗടികൾ ട്രക്ക്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡാമിൻ്റെ വ്യൂ നൽകുന്ന ഒരു ട്രക്കിങ്ങാണ് ഗംഗടികൾ ട്രക്ക്. ഈ ഒരു 3 ട്രക്കിങ്ങുകളെ വെച്ച് നോക്കുമ്പം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തതും ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. 5 കിലോമീറ്റർ നീളുന്ന ശോലവനങ്ങളിൽ കൂടെയുള്ള മഴയത്തുള്ള യാത്രയും അതുപോലെ തന്നെ 2 കിലോമീറ്റർ മൊത്തം കോടയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഗ്രാസ് ലാൻഡ്സും ചുറ്റുമുള്ള കുതിരമുഖ് പീക്കിൻ്റെ കാഴ്ചകളും സമ്മാനിക്കുന്ന കുറിഞ്ചാൽ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. സംസയിൽ നിന്ന് ബസ്സിന് നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരണ്യവിഹാര.com എന്ന് പറയുന്ന സൈറ്റുണ്ട്. അതിൽ കയറി ഈ ഒരു ട്രക്കിംഗ് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഒരു ദിവസം 300 സ്ലോട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ID കാർഡ് നിങ്ങളിവിടെ ഓഫീസിൽ വരുമ്പം സബ്മിറ്റ് ചെയ്യുകയും വേണം. അതവർ വളരെ സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന PDF ആയിട്ട് നിങ്ങൾ റേഞ്ച് ഓഫീസിൽ വെരിഫിക്കേഷന് വരിക. 475 രൂപയാണ് ഒരാൾക്ക് ഫീ വരുന്നത് നമ്മൾ ഓൺലൈൻ പേ ചെയ്യുമ്പം. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഫോറസ്റ്റ് ഓഫീസിൽ വരുമ്പോൾ നമുക്ക് ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും. ഗൈഡ് മാൻഡേറ്ററി ആണ്. 1000 രൂപയാണ് 10 പേർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് റേറ്റ് അത്രയും കുറയും. ഞാൻ സോളോ ആയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരു 8 പേരുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഗൈഡ് ഫീ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം ഒരു 600 രൂപ അടുത്താണ് ഈ ട്രക്കിങ്ങിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നത്. കുറിഞ്ചാൽ ട്രക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഗംഗടികൾ ട്രക്ക് ചെയ്യണമെങ്കിലും ഈ ഒരു സെയിം പ്രോസസ്സാണ്. ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലെത്തി നമ്മൾ നേരെ ട്രക്ക് ചെയ്യുകയല്ല. ഈ കുതിരമുഖ് റേഞ്ച് ഓഫീസ് നിങ്ങൾ മാപ്പിൽ ഇടുവാണെങ്കിലും അങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ മതി. കുതിരമുഖ് റേഞ്ച് ഓഫീസ് അഥവാ RFOയിൽ വന്നിട്ട് അവിടുന്ന് നമ്മുടെ ടിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലോട്ട് പോകുന്നത്. ഈ ഓഫീസിൽ നിന്ന് കുറിഞ്ചാൽ ട്രക്കിൻ്റെ ബേസ് പോയിൻറ്റ് വരെ 9 കിലോമീറ്ററും അതുപോലെ ഗംഗടികൾ ട്രക്കിൻ്റെ ബേസ് പോയിൻറ്റ് വരെ 15 കിലോമീറ്ററുമാണുള്ളത്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാംഗ്ലൂർ ഡയറക്ഷനിലുള്ള ബസ് കയറിയാൽ മതി. കുറിഞ്ചാൽ ട്രക്ക് വരെയാണെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ബസ് യാത്രയേ ഉള്ളൂ. ഗംഗടികൾ വരെയാണെങ്കിൽ അരമണിക്കൂർ എടുക്കും. ഫ്രം കേരള സൈഡ് വരുമ്പോൾ നമ്മൾ മാംഗ്ലൂർ രാവിലെ എത്തുക. 6 മണിക്കാണ് ഈ ഒരു വിശാൽ എന്ന് പറയുന്ന ബസ് SBT പ്രൈവറ്റ് സ്റ്റാൻഡ് മാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ഈ ഒരു SBT പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്താൻ സാധിക്കും. ഈ ഒരു ബസ് 9:30 ആകുമ്പോൾ നമ്മൾ റേഞ്ച് ഓഫീസിൻ്റെ അവിടെ എത്തും. അവിടെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ സോളോ ആയിട്ടാണെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുക. അവരുടെ കൂടെ ക്ലബ്ബ് ചെയ്ത് ഗൈഡിൻ്റെ ഫീ ഷെയർ ചെയ്യുക. ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം അവരുടെ വണ്ടിയിൽ ഇടയുണ്ടെങ്കിൽ അവരുടെ കൂടെ നമുക്ക് ബേസ് പോയിൻറ്റിലോട്ട് പോകാം. അല്ലെങ്കിൽ ഇതുപോലെ അടുത്ത ബസ് കയറി ഇവിടുന്ന് നമുക്ക് ബേസ് പോയിൻറ്റ് വരെ എത്താൻ സാധിക്കും. യാത്രയുടെ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. മാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തി ഇവിടെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഗംഗടികൾ ട്രക്ക് പോയി ചെയ്തു. അവിടുന്ന് പിന്നെ സംസയിലോട്ട് പോയി സ്റ്റേ ചെയ്തു. ബാക്കി കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോ തുടക്കം തൊട്ട് കാണുന്നത്. നമ്മൾ 10 മണിക്ക് മുമ്പായിട്ട് കുതിരമുഖ് ഫോറസ്റ്റ് ഓഫീസിലെത്തി ഈ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 11 മണിയാകുമ്പോഴെങ്കിലും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഈ 6 മണിയുടെ ബസ്സിന് തന്നെ വരുന്നത്. ആ ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ദിവസം ട്രക്കിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളൊന്നെങ്കിൽ സംസൈ വില്ലേജിൽ പോയിട്ട് അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം ഏർലി മോർണിംഗ് വന്ന് ട്രക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ട്രക്കിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് സെയിം ഡേ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബസ് 3:30 ആകുമ്പോഴാണ് സംസയിലെത്തുന്നത്. അത് നമ്മുടെ കുറിഞ്ചാൽ ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിൽ ഏകദേശം ഒരു 4 മണിക്ക് 4:15 ഇടയ്ക്ക് എത്തും. അതുപോലെ ഗംഗടികൾ പീക്ക് ട്രക്കിങ്ങിൻ്റെ അവിടെ ഏകദേശം ഒരു 4:30 ആകുമ്പോഴും എത്തും. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഹൈവേയുടെ അടുത്തായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കയറി മാംഗ്ലൂർക്ക് പോകാൻ സാധിക്കും.
പൊതുവേ ആരും ഇത്രയും കഷ്ടപ്പെടാറില്ല. മാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊക്കെ കുറേ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉൾപ്പെടെയുള്ള പാക്കേജസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ലോക്കൽ ട്രാൻസ്പോർട്ടിന് എങ്ങനെ പോയി വരാമെന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ്. പൊതുവേ എനിക്ക് പാക്കേജ് എടുത്ത് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. നമ്മളായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ച് പോകുന്നതിന് ഒരു സ്പെഷ്യൽ ത്രില്ലുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റും വളരെയധികം കുറവായിരിക്കും. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അതിനുശേഷം 8:45 ബസ് വന്നു. അതിന് കയറി 9:10 ആയപ്പോൾ നമ്മൾ കുറിഞ്ചാൽ ട്രെക്കിങ്ങിൻ്റെ ബേസ് പോയിൻ്റായ ഭഗവതി നേച്ചർ ക്യാമ്പിലെത്തി. അപ്പം ഇവിടുന്ന് നമ്മുടെ ബാഗിനകത്തുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഇവർ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അധികം പ്ലാസ്റ്റിക്സ് ഒന്നും കൊണ്ടുവരാണ്ടിരിക്കുക. പിന്നെ ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്. കുതിരേമുഖ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെയും അതുപോലെ സംസയിലും ജിയോയും BSNLനൊക്കെ റേഞ്ച് ഉണ്ട്. മൊത്തം 7 കിലോമീറ്ററാണ് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ദൂരം വൺ സൈഡ് വരുന്നത്. അതിൽ 5 കിലോമീറ്റർ ഷോല വനങ്ങളിൽ കൂടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഗ്രാസ് ലാൻഡ്സിലോട്ട് കയറുന്നത്. അപ്പോൾ അത് ഈ ഒരു ട്രെക്കിങ്ങിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അതായത് നല്ല മഴക്കാലത്ത് ആ കോടയിലൊക്കെ പോയി നിൽക്കുന്ന കാട്ടിൽ കൂടെയൊക്കെ കൂടുതൽ നേരം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ സ്ട്രീംസൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാനും ഉണ്ട്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകാൻ പറ്റി. നിങ്ങൾ നോർമൽ സാൻഡിൽസ് ഒന്നും ഇട്ട് വരാണ്ടിരിക്കുക. ഒന്നാമത് അട്ടയുണ്ട്, അതിൻ്റെ കൂടെ ട്രയൽസൊക്കെ നല്ല സ്ലിപ്പറിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ട്രക്കിംഗ് ഷൂസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ട്രക്കിംഗ് സാൻഡിൽസോ ഗ്രിപ്പുള്ള ചെരുപ്പുകളോ യൂസ് ചെയ്യുക. ബേസ് പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ബ്രിഡ്ജ് വരും. ഇവിടെ ഒരു റിവർ ക്രോസിംഗ് ആണ്. അപ്പം ഈ ഒരു റിവർ കഴിയുമ്പോഴാണ് നമ്മൾ ഷോല വനങ്ങൾക്കകത്ത് പ്രവേശിക്കുന്നത്. നല്ല ഒഴുക്കുള്ളൊരു റിവറാണ്. ഇങ്ങോട്ട് എൻട്രി പ്രോഹിബിറ്റഡ് ആണ്. ഇതൊക്കെ കൊണ്ടാണ് ഗൈഡ് മാൻഡേറ്ററി ആയിട്ട് വെച്ചേക്കുന്നത്. എന്തായാലും ഗൈഡ് ഉണ്ടായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ചില രീതിയിൽ ഇറങ്ങാനൊക്കെ നോക്കും. അപ്പം നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും പോയി ഇറങ്ങാണ്ടിരിക്കുക. അങ്ങനെ ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിലോട്ട് കയറുവാണ്. നല്ല വീതിയുള്ള വഴിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തു ഇത് ജീപ്പൊക്കെ പോകാനുള്ള വീതി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റിസർച്ചിനൊക്കെ ഇങ്ങനെ നോക്കിയപ്പം പണ്ട് ഇവിടെ ജീപ്പ് പൊക്കോണ്ടിരുന്നെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അകത്തോട്ട് ഫോറസ്റ്റിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഓഫ് റോഡ് ജീപ്സ് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തി. ഇവിടെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടിയായി. നമ്മൾ ഈ ഹൈക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് ആ മണ്ണിടിഞ്ഞ് കിടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡായിട്ട് മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്നതെന്ന് വെച്ചാൽ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അവർ അവരുടേതായ ഒരു പേസിൽ മാക്സിമം എൻജോയ് ഒക്കെ ചെയ്ത് വരുവാണ്. ഞാൻ എന്തായാലും കുറച്ച് മുമ്പിൽ പോയി. ഗൈഡ് ഏകദേശം ഞാൻ അത്യാവശ്യം ട്രെക്ക് ചെയ്യുന്ന ആളെന്ന് മനസ്സിലായതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. മുമ്പിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഒച്ചയൊക്കെ ക്യാപ്ചർ ചെയ്ത് പതുക്കെ മുമ്പോട്ട് നീങ്ങി.
ആ ഒരു ഫോറസ്റ്റിൻ്റെ റോ ആയിട്ടുള്ളൊരു ഒച്ച നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു 1.5 മിനിറ്റ് മിണ്ടാതിരുന്നത്. കാരണം മഴയത്തൊക്കെ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ തന്നെ നടക്കുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കോടയൊക്കെ ഇങ്ങനെ വന്നിറങ്ങി നല്ല പച്ചപ്പും അതിൻ്റെ കൂടെ ആ ഒരു മഴ പെയ്യുന്നതിൻ്റെ ഒച്ചയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം നിറയ്ക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബോട്ടിൽ കൊണ്ടുവന്നാൽ മാത്രം മതിയാവും. ഇത് വെൽ മാർക്ക്ഡ് ആയിട്ടൊരു ട്രയലാണ്. ഇടയ്ക്കെല്ലാം ഇഷ്ടംപോലെ സൈൻ ബോർഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് സ്ട്രെച്ച് ഏകദേശം തീർന്നു. ഈ ഒരു ഓപ്പൺ ഏരിയ എത്തും. ഇവിടെ നല്ല കിടിലം വ്യൂ നമുക്ക് കിട്ടും കുതിരമുഖ് പീക്കിൻ്റെയൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഗ്രാസ് ലാൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുമ്പം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇതൊന്നും അല്ല. പക്ഷേ ഏറ്റവും ടോപ്പിൽ സ്ട്രെച്ച് എത്തുമ്പോൾ കുറച്ച് പാറയിൽ കൂടെയൊക്കെ വലിഞ്ഞ് കയറാനൊക്കെ ഉണ്ട്. ചെറിയ അഡ്വഞ്ചറുണ്ട്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് 1-2 വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 2 കിലോമീറ്ററാണ് ഈ ഗ്രാസ് ലാൻഡ്സിൽ കൂടെ ഇനി നമുക്ക് പോകാനുള്ളത്. ഈ ഗ്രാസ് ലാൻഡ്സിൽ കൂടി ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ആ ഒരു പീക്കിൻ്റെ ഫേസ് ശരിക്കും വിസിബിളായി വരുവേ. കോടയുള്ളത് കൊണ്ട് അത്ര പ്രോപ്പറായിട്ട് കാണത്തില്ല. അപ്പോൾ അതൊരു ആടിൻ്റെ ഷേപ്പിലുണ്ട്. അപ്പോൾ ഈ ആടിന് കുരി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുറിഞ്ചാൽ പീക്ക് എന്ന പേര് വരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്തോളൂ. വേറൊരു കഥ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കുറിഞ്ഞിപ്പൂക്കൾ, അതായത് നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പോലത്തെ ചെടികൾ ഇവിടെ 12 വർഷം കൂടുമ്പോൾ ബ്ലൂം ചെയ്യും. അതുകൊണ്ട് ഇതിന് കുറിഞ്ചാൽ എന്ന് പേര് വന്നു എന്നൊരു കഥയും കൂടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലിഷ്ടമുള്ള വർഷം വിശ്വസിക്കാം. എന്തായാലും ഒന്ന് എന്നോട് പറഞ്ഞാണ്, ഒന്ന് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രക്ക് അവസാനത്തെ ഒരു 500 മീറ്റർ എത്തുമ്പോഴേക്കും കുറച്ച് അഡ്വഞ്ചറസ് മോഡ് എന്ന് വെച്ചാൽ ഭയങ്കര അഡ്വഞ്ചറൊന്നും അല്ല, പക്ഷേ കുറച്ച് പാറയിൽ കൂടെയൊക്കെ പിടിച്ച് കയറാനുണ്ട്. കുറച്ച് എഡ്ജിൽ കൂടെയൊക്കെ കുറച്ച് രസമുള്ളൊരു പോർഷനാണത്. ഏകദേശം നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ ഒരു ഫോർട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടൊരു എക്സ്പീരിയൻസ്. അത്രയും സ്റ്റീപ്പൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവിടെ ടോപ്പിലെത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയും കോടയൊക്കെ ആയിരുന്നു. മൊത്തം മൂടിക്കിടക്കുവാണ്. ആ മോളിൽ നിന്നുള്ള വ്യൂ കിട്ടുമോയെന്ന് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് എത്തി കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ശരിക്കും ഒരു മെയിൻ പീക്ക് നമ്മൾ താഴെ നിന്ന് കണ്ടത്. പക്ഷേ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലാണ് ആ ഒരു ടോപ്പിലെ വ്യൂ പോയിൻ്റ് വരുന്നത്. കോട മാറുമ്പോൾ ആ ഒരു പീക്കിൻ്റെയും ചുറ്റുമുള്ള കുതിരേമുഖ് പീക്ക് റേഞ്ചിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഏകദേശം 2 മണിക്കൂർ മതി വൺ സൈഡ് കയറാൻ. 9:15 കയറി 11:15 ഞാൻ മുകളിലെത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചിറങ്ങി. 1.5 മണിക്കൂർ മതി നമുക്ക് തിരിച്ചിറങ്ങാൻ. 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് ബേസ് പോയിൻറ്റിലെത്തി. അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം, ഫ്രഷ് ആവുകയും ചെയ്യാം. അത് കഴിഞ്ഞ് 1:30 ആ ബേസ് പോയിൻറ്റിൽ നിന്ന് തിരിച്ച് മാംഗ്ലൂർക്ക് ബസ്സുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വിശാൽ എന്ന് പറഞ്ഞ ആ ഒരു ബസ് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4:45 ആകുമ്പോൾ മാംഗ്ലൂർ എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ടൈമിംഗ് കണക്ക് വെക്കുക. നിങ്ങളതുപോലെ രാവിലെ വിശാലിന് വരുന്നതാണെങ്കിൽ ട്രക്കൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഏകദേശം 4 മണി 4:15 ഇടയ്ക്ക് ലാസ്റ്റ് ബസ്സുണ്ട് മാംഗ്ലൂർക്ക്. അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അതിന് കയറിയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ പോവാം. നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നില്ല, സംസയിലോട്ട് പോയി സ്റ്റേ ചെയ്ത് അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യണേ, അല്ലെങ്കിൽ അടുത്ത ദിവസം വേറെ ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സംസയ്ക്ക് നിങ്ങൾക്ക് ബസ് കിട്ടും വൈകുന്നേരം. അപ്പം ഏകദേശം എനിക്കൊന്ന് 4:30 ആകുമ്പോഴാണ് ഗംഗടികളുടെ അവിടെ ലാസ്റ്റ് ബസ് എത്തുക. 4:45 ആകുമ്പം കുറിഞ്ചാലിൻ്റെ റേഞ്ചിലും എത്തും. അപ്പം ഞാൻ നിന്ന സ്റ്റേയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം വീഡിയോ കണ്ടാൽ മെസ്സേജ് ചെയ്തെന്ന് പറയാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. ഏറ്റവും കുറച്ച് തന്നെയാണ് അവരല്ലെങ്കിലും റേറ്റ് തരുന്നത്.
ഏകദേശം 400 to 500 രൂപയാണ് സ്റ്റേയ്ക്ക് മാത്രം വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് സംശയം കുതിരമുഖം നേത്രാവതി ട്രക്ക് പോകാൻ ഗൈഡിൻ്റെയോ ജീപ്പിൻ്റെയൊക്കെ ആവശ്യം വരുവാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവരത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ നേത്രാവതി ട്രക്ക് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഗംഗടിക്കൽ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്കൊരു മൊത്തം പിക്ചർ കിട്ടും. ഈ ഒരു യാത്രയുടെ തുടക്കവും ആ ഒരു ബസ് യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഫാൻ ആയതുകൊണ്ട് തോന്നുന്നു കുറച്ച് ഇങ്ങനത്തെ നോൺ ലീനിയർ ആയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കൊരു രസമുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.